ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ കൃഷിയിടത്തിലാണ്. ഇപ്പം ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കൃഷിയൊക്കെ നിർത്തിയിട്ട് ഓർക്കിഡിലോട്ട് തിരിഞ്ഞു എന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, എനിക്ക് ഈ ഓർക്കിഡിൻ്റെ കൃഷി കുറേ നാൾ കൊണ്ടുള്ളതാണ്. നമ്മുടെ പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ താമര കൃഷി, ഹോയ, ഓർക്കിഡ് അങ്ങനെ എല്ലാവിധ പൂക്കൃഷികളും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്നും ഞാൻ നേരിട്ട് സെയിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ അങ്ങനെ എല്ലാവർക്കും ഒന്നും അറിയില്ല. ഇനി അത് അറിയാവുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ചെടികളൊക്കെ വാങ്ങാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമ്മുടെ ഗാർഡനിങ്ങിൻ്റെ വീഡിയോയും കൂടി ഇടാൻ തുടങ്ങിയപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ സെയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴും അതിൻ്റെ കൂടെ ഞാൻ വെജിറ്റബിൾസിൻ്റെ എപ്പോഴും ഇടാത്തത്, ഞാൻ എപ്പോഴും ഇടുമ്പോൾ എല്ലാവർക്കും ഒരു വെറുപ്പിക്കലാവണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും വലിയൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ചെടി വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സൊക്കെ വീണ്ടും നമ്മുടെ അടുക്കൽ തന്നെ വരുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ അടുക്കൽ ചെടി വാങ്ങിക്കാൻ വരുന്നവരായാലും പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവരായാലും അവർക്കൊരു മുഷിപ്പോ അല്ലെങ്കിൽ ഒരു വിഷമോ ഉണ്ടാകുന്ന ഒരു സംഭവം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതുകൊണ്ട് അവർ വീണ്ടും നമ്മുടെ അടുക്കൽ നമ്മളെ തിരക്കി തന്നെ വീണ്ടും വരും. ഇത് കണ്ടോ, നമ്മുടെ കുക്കുംബറാണ് കേട്ടോ. അപ്പം ഓണം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കുംബറൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് നമുക്കിപ്പം വരാനൊരു മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കീടശല്യങ്ങളും കിളിയും പിന്നെ മഴ കൊണ്ട് നമ്മുടെ കൃഷികളും ഒരുപാട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിന് ചെറിയൊരു മടിയുണ്ട് ഇങ്ങോട്ട് വരാൻ തന്നെ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് പുതിയ ഒരു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് കാണും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നാടൻ വിത്തുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മുടെ തത്തയും കിളികളും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കുക്കുംബറൊക്കെ തത്ത കുത്തി തിന്നിട്ടുണ്ട്. തത്തയാണ്, പച്ചത്തത്തയോ കിളിയോ ഒക്കെയാണ് ഇത് കുത്തി തിന്നുന്നത് കേട്ടോ. ഇത്രയും കുക്കുംബറൊന്നും ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഇത് കുറേ കിളിയൊക്കെ കൊണ്ടുപോയി കാണും. പിന്നെ അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ച് 2 ദിവസം കൊണ്ട് ഇങ്ങോട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴെന്തായാലും കുറേ കിളികളൊക്കെ ഇത് വുഡ് കൊത്തിയെടുത്തിട്ടുണ്ടെങ്കിലും കുറേ സാധനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ വളർന്നിട്ട് കുറേ കുക്കുംബർ ഇതിനകത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇതൊക്കെ കുറേ കിളികൾ കൊത്തിയെടുത്തതാണ്. അപ്പോഴും ഇത്തവണ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ നട്ടതിനകത്ത് ഇത് കണ്ടോ, കുഞ്ഞു കുക്കുംബർ വരെയാണ് അത് കഴിച്ച് തീർത്തിരിക്കുന്നത്. അപ്പം മഴ ആയതുകൊണ്ട് തന്നെ നട്ടതെല്ലാം ഒരു വല്ലാത്ത രീതിയിലായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇനി ആദ്യം മുതൽ ഒന്നുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഒന്ന് ഷീറ്റ് ഇട്ടിട്ട്, നമ്മുടെ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് വീട് മാറ്റം കൂടെ ഇട്ടിട്ട് ഒന്ന് കൃഷി ചെയ്യാമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ കുറേ കളശല്യം കുറയുമ്പോൾ കുറേ കീടശല്യങ്ങളും ഒക്കെ കുറയും. അപ്പോൾ അതേപോലെ നമ്മുടെ ആനക്കൊമ്പൻ്റെയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വിത്തിന് വേണ്ടി നടന്ന ഒന്നും നമുക്ക് വിത്ത് കിട്ടാറില്ല. എല്ലാ വിത്തുകളും കിളി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ ഇവിടെയും കുറച്ച് കുക്കുംബറൊക്കെ നിൽപ്പുണ്ട്. ഇനി ഇവിടെ കുറച്ച് ആനക്കൊമ്പൻ്റെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും വിത്തുകൾ മൊത്തം കിളി നന്നായിട്ട് കൊത്തിയെടുക്കുന്നുണ്ട്. ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് നട്ട ബന്ദികളാണ് കേട്ടോ. യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങിയത്. അപ്പോൾ ഒരാഴ്ചയൊക്കെ താമസിച്ച് പോയായിരുന്നു. അപ്പം ഒരാഴ്ചയും കൂടെ നേരത്തെ ആയിരുന്നു നട്ടിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇതൊക്കെ പൂക്കളും നമുക്ക് വിൽക്കാമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഭംഗിയൊക്കെ കാണാവുന്നേ ഉള്ളൂ. ഇനിയിപ്പം വിലയൊന്നും കിട്ടത്തില്ല. ഇപ്പം ഇനി അടുത്ത കൃഷി ആകുമ്പോഴത്തേക്ക് അത് മൊത്തം പിഴുത് മാറ്റേണ്ടി വരും. അപ്പോൾ അതിനെയും വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം കുറച്ച് വാടാമല്ലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഓണത്തിന് നമ്മൾ പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്, പൂക്കൾ നല്ല വലിപ്പമുള്ള പൂക്കളൊക്കെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കിട്ടിയില്ലല്ലോ. അപ്പോൾ അതേപോലെ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ കൃഷിയുള്ളത്. ഇപ്പം നമ്മുടെ ആനക്കൊമ്പൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ ഞാൻ വിത്തിന് നിർത്തിയിരുന്ന നമ്മുടെ ആനക്കൊമ്പൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മൊത്തം വിത്തുകളും അത് ഇതേപോലെ കൊത്തിയെടുക്കുകയാണ്. അപ്പം ഞാൻ വിത്തിന് വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഈ വെണ്ട നട്ടിരുന്നത്. പക്ഷേ വിത്തുകൾ മൊത്തം കിളി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം പിഴുത് മാറ്റണം. പിന്നെ ഞാൻ നേരത്തെ ഒരുപാട് വെണ്ടയ്ക്ക പിടിക്കുന്ന ഒരു വെണ്ടയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അത് ഇതിൻ്റെ വിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിത്തുകളെല്ലാം ഇതേപോലെ കിളികൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും തരാം. അപ്പം ഞാൻ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്നും കിട്ടുമോയെന്ന് അറിയത്തില്ല. കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ചോദിച്ചവർക്കൊക്കെ വെണ്ട വിത്ത് തരുന്നതായിരിക്കും. അപ്പം ടാറ്റാ.